ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിലൊന്നായി വീണു വലയും എന്നാശയം ഗതി പെറും നാദഭൂമിയിൽ അമർന്നാവിരാഭ പടരും ചിന്നാഭിയിൽ ത്രിപുടിയെന്നാണറും പടി കലർന്നാറിടുന്നു ജനനീ. എല്ലാവർക്കും നമസ്കാരം. ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികൾക്ക് വേറിട്ടൊരാമുഖം എന്ന നിലയിൽ നമ്മൾ 2 എപ്പിസോഡുകൾ ഇതിനകം അപ്ലോഡ് ചെയ്തിരുന്നു. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഗുരുവിൻ്റെ കൃതികളെ സമീപിക്കുമ്പോൾ ഗുരുവിൻ്റെ കൃതികളെല്ലാം തന്നെ ദാർശനികമാണ്. ഇപ്പോൾ സ്തോത്രകൃതികൾ, പ്രബോധനാത്മകമായ കൃതികൾ, ദാർശനിക കൃതികൾ എന്നൊക്കെയുള്ള തരംതിരിവിനേക്കാൾ ഏറ്റവും വസ്തുനിഷ്ഠമായി നമ്മൾ കൃതിയെ സമീപിക്കുമ്പം നമുക്ക് മനസ്സിലാവുന്നൊരു വസ്തുത, സകല കൃതികളിലും ഗുരുവിൻ്റെ ദാർശനികത വെളിപ്പെടുത്തുന്നുണ്ട്. ഗുരുവിൻ്റെ കാഴ്ച, ഗുരുവിൻ്റെ ദർശനം വെളിപ്പെടുത്തുന്നുണ്ട്. പിന്നെ സ്തോത്രകൃതികൾ എന്ന നിലയിൽ, ആദ്യകാല കൃതികളൊക്കെ തന്നെ സ്തോത്രകൃതികൾ എന്ന നിലയിൽ ചമയ്ക്കപ്പെട്ടതാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം അവിടെ ദേവീദേവതാ വർണ്ണന അല്ലെങ്കിൽ ദേവീദേവതാ സംബോധന ഉണ്ട്. അപ്പോൾ ആ സംബോധന ഉള്ളതുകൊണ്ട് തന്നെ നമ്മളത് ദേവീദേവന്മാരുടെ സ്തുതിപ്പാണ് എന്ന് കരുതിയാണ് ഗുരുദേവകൃതികളെ സമീപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗുരുവിനെ തെറ്റിദ്ധരിക്കുവാനും കാരണമായിട്ടുണ്ട്. ഗുരുവിനെ തെറ്റിദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ ഗുരു ദേവീദേവന്മാരെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, ദേവതാസ്തുതികൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദേവതാസ്തുതികൾ എഴുതിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ എഴുതപ്പെട്ട ദേവതാസ്തുതികളെല്ലാം തന്നെ ഹൈന്ദവ ദേവീദേവന്മാരെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഗുരു ഹിന്ദുമതത്തിൻ്റെ വക്താവാണ് എന്ന നിലയിൽ ഒരു മതത്തോട് ചേർത്ത് വയ്ക്കുവാനുള്ള ഒരു പ്രവണത പണ്ട് മുതൽക്കുണ്ട്. ഇപ്പോൾ അത് വളരെ ആസൂത്രിതമായി അത് ശക്തിപ്പെടുകയും ഗുരു വിശ്വാസികളെ തന്നെ അത് ശരിയല്ലേ എന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലേക്ക് ആ പ്രചരണം മാറുകയും ചെയ്തപ്പോൾ ഗുരു അടിസ്ഥാനപരമായി ഗുരുവിനെ നമ്മൾ സമീപിക്കുമ്പം ഏറ്റവും കൃത്യമായും, നമ്മൾ ഗുരുവിനെക്കുറിച്ച് മറ്റൊന്നും അറിഞ്ഞില്ലെങ്കിലും തന്നെ നമ്മൾ അടിസ്ഥാനപരമായി കൃത്യമായും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു വസ്തുത, ഗുരു ജാതിയുടെയോ മതത്തിൻ്റെയോ വക്താവല്ല എന്നുള്ളതാണ്. ഞാനിതിങ്ങനെ പറയുന്നത് എൻ്റെ ഒരു നിലപാടല്ല, മറിച്ച് സ്വാമി തൃപാദങ്ങൾ തന്നെ വളരെ വ്യക്തമായി ഇത് കൽപ്പിച്ചിട്ടുള്ളത് കൊണ്ട് നാം ജാതി മത ചിന്തകൾ വെടിഞ്ഞിട്ട് എത്രയോ സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്ന് പരമഗുരു പരസ്യ പ്രസ്താവന ചെയ്യാൻ ഇടവന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് അത് കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗുരുവിന് തൻ്റെ ഗുരുവിനെ ശിഷ്യർ അല്ലെങ്കിൽ വിശ്വാസികൾ തിരിച്ചറിയുകയാണ് വേണ്ടുന്നത്. അപ്പോൾ ഗുരുവിനെ തിരിച്ചറിയാതെ ഗുരുവിനെ തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളത് ഗുരുവിന് തന്നെ ബോധ്യപ്പെട്ടപ്പോഴാണ് ഗുരു പരസ്യ പ്രസ്താവന ചെയ്യുവാൻ നിർബന്ധിതനായത്. അത് നിർബന്ധിതമായതാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് യാതൊരു പ്രയാസവുമില്ല. അപ്പോൾ ഗുരുവിനെ നമ്മൾ പഠിക്കുമ്പം നമ്മൾ വേറെ യാതൊന്നും പഠിച്ചില്ലെങ്കിലും ഒരു കാര്യം കൃത്യമായും പഠിക്കേണ്ടതുണ്ട്. അത് മറ്റൊന്നുമല്ല, ഗുരു ഏതെങ്കിലും ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ വക്താവല്ല എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കണം. അപ്പോൾ ജാതിയുടെ വക്താവാക്കാനും മതത്തിൻ്റെ വക്താവാക്കാനും ശ്രമിച്ചാൽ മറ്റെന്ത് പഠിച്ചിട്ടും ഒരു കാര്യവുമില്ല എന്ന് തന്നെ നമ്മൾ തിരിച്ചറിയുകയും വേണം. അതുകൊണ്ട് ഗുരുവിൻ്റെ കൃതികൾ ദേവതാസ്തുതികളാണ് എന്നുള്ള കാരണത്താൽ, അല്ലെങ്കിൽ ദേവതാസ്തുതികൾ എന്ന് തോന്നുന്ന വിധത്തിലാണെന്ന് കരുതി ഗുരുവിനെ ആ ദേവതയുടെ സ്തുതിപ്പുകാരനായി, ദേവതാ വിശ്വാസിയായി, ദേവതയോട് പ്രാർത്ഥിക്കുന്നവനായി, ദേവതയെ ഉപാസിക്കുന്നവനായി കാണുന്നത് അനുചിതമാണ്. അപ്പം ഈ ദേവതാസ്തുതിപ്പുകളെല്ലാം തന്നെ വിശ്വാസികൾക്ക് വേണ്ടി ചമയ്ക്കപ്പെട്ടിട്ടുള്ളതാണ്. അതും ഗുരുവിൻ്റെ വാക്കുകളാണ്, ഞാൻ പറയുന്നതല്ല. അപ്പം ദേവതാസ്തുതികളെല്ലാം എഴുതിയിട്ടുള്ളത് വിശ്വാസികളായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ശൈവവും ശാക്തേയവും വൈഷ്ണവുമായിട്ടുള്ള വിശ്വാസികൾ ഹിന്ദുമത പാരമ്പര്യത്തിലുണ്ട്. അപ്പോൾ ആ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ശൈവ വിശ്വാസികൾക്ക് വേണ്ടി ശിവനെ സംബന്ധിച്ചിട്ടും ശാക്തേയ വിശ്വാസികളായിട്ടുള്ളവർക്ക് വേണ്ടി ദേവിയെ സംബന്ധിച്ചും
അതേപോലെ വൈഷ്ണവ വിശ്വാസികളായിട്ടുള്ളവരെ ക്ക് വേണ്ടിയിട്ട് വിഷ്ണു സ്തോത്രങ്ങളും ഗുരു എഴുതിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇതെല്ലാം തന്നെ ഈ ഏത് സ്തോത്രങ്ങളായിരുന്നാലും ശരി അതെല്ലാം വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് തിരിച്ചറിയണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭ്യർത്ഥന. ഇനി ഗുരുവിൻ്റെ കൃതികളിലെല്ലാം തന്നെ ദാർശനികത ഉള്ളടക്കം ചെയ്തിരിക്കുന്നു. അത് സ്തോത്രകൃതിയാണെന്ന് തോന്നുമെങ്കിലും അത് സ്തോത്രകൃതി എന്നതിന് ഉപരിയായി അതിൽ ദാർശനികത ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടുന്നത്. അതിൻ്റെ ഏറ്റവും വ്യക്തമായ ഒരു തെളിവാണ് ജനനീ നവരത്നമഞ്ജരി. അപ്പോൾ ജനനീ നവരത്നമഞ്ജരി എന്ന് കേൾക്കുമ്പം, ഇപ്പം ജനനീ നവരത്നമഞ്ജരി എന്ന് പറയുമ്പം ജനനി ദേവി, അപ്പം ദേവിയുടെ പര്യായമാണ് ജനനി. അപ്പം ദേവിയെ സ്തുതിക്കുന്ന നവരത്ന 9 രത്നങ്ങളോടുകൂടിയ ഒരു പൂങ്കുല എന്ന അർത്ഥമാണ് ആ ടൈറ്റിലിനുള്ളത്. അപ്പോൾ അവിടെ ദേവിയെ സ്തുതിക്കുന്നു, ദേവിയെ പ്രതിപാദിക്കുന്നു, ദേവിയെ വിശദമാക്കുന്നു എന്നാണ് സ്വാഭാവികമായും ആ പേരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കൃതിയുടെ പേര് മാത്രം അറിയാവുന്ന ഒരാൾക്ക്, ഇതിലെ പ്രതിപാദ്യം അറിയാത്ത ഒരാൾക്ക് ഇത് കൃത്യമായും ഒരു ദേവതാസ്തുതിയാണ്, ജനനി ഒരു ദേവിയെ പാടിപ്പുകഴ്ത്തുന്ന കൃതിയാണ്. അപ്പോൾ ഇതൊരു പ്രാർത്ഥന എന്ന നിലയിൽ ഇപ്പം നോക്കുമ്പം, ഇപ്പോൾ ആത്മോപദേശ ശതകം പഠിച്ചവരാണോ ജനനീ നവരത്നമഞ്ജരി പഠിച്ചവരാണോ കൂടുതൽ സമൂഹത്തിലുള്ളത് എന്ന് ചോദിച്ചാൽ, പഠിച്ചവർ എന്ന് പറഞ്ഞാൽ കാണാതെ പഠിച്ചവർ, ചൊല്ലാൻ പഠിച്ചവർ എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം ഗുരുവിൻ്റെ കൃതികളിൽ ഏറ്റവും പ്രചുരപ്രചാരം നേടിയിട്ടുള്ളത് ഈ ദേവതാസ്തുതികളായിട്ടുള്ള കൃതികളാണ്. കാരണം എന്താ, ബഹുഭൂരിപക്ഷവും വിശ്വാസികളാണ്, ദേവതാവിശ്വാസികളായിട്ടുള്ളവരാണ്. ഹിന്ദുമത പശ്ചാത്തലത്തിൽ, ഹിന്ദു മത സംസ്കാരത്തിൽ, ഹിന്ദുമത ആചാരങ്ങളെ പിന്തുടരുന്നവരാണ് ഗുരുവിൻ്റെ കൃതികളെ ഫോളോ ചെയ്യുന്നത്. കാരണം അത് നമ്മൾ വളർന്നു വന്ന പശ്ചാത്തലമാണ്. പക്ഷേ അത് നമ്മൾ ഗുരുവിൽ ആരോപിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന മോശത്തരം. അപ്പം നമ്മൾ വളർന്നു വന്ന നമ്മുടെ ഉള്ളിലെ അറിവ് അല്ലെങ്കിൽ നമ്മൾ വന്ന വഴി നമ്മൾ ഗുരുവിൽ ആരോപിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഗുരു ഈ വന്ന വഴിയിൽ നിന്ന് വ്യതിചലിച്ച് നമ്മുടെ പാരമ്പര്യത്തിലേക്ക്, ഏറ്റവും അടിസ്ഥാനപരമായ നമ്മുടെ സ്ഥിതിയിലേക്ക് കൊണ്ടുപോകുകയാണ്. ഈ ഇടയ്ക്ക് വന്നു കൂടിയതാണ് ഈ മതവിശ്വാസവും മതത്തിൻ്റെ ഭാഗമാകലുമൊക്കെ. അപ്പം യഥാർത്ഥത്തിൽ മനുഷ്യൻ അവൻ്റെ ഉദാത്തമായ ആത്മസത്തയിൽ നിൽക്കുന്ന, ആത്മബോധത്തോടു കൂടിയ, ആത്മാവായിരിക്കുന്ന സ്വത്വമാണ്. എന്നാൽ അത് നമ്മൾ കാലത്തിൻ്റെ പ്രയാണത്തിൽ, കാലം അനുസരിച്ച് നമ്മൾ ഈ പ്രപഞ്ചബോധത്തോടു കൂടി, നമ്മൾ ഈ സാമൂഹ്യ ബോധത്തോടു കൂടി സമൂഹത്തിൻ്റെ ഭാഗമായി വന്നപ്പം നമ്മളെന്തായി, ഈ പറഞ്ഞതുപോലെ ജാതിക്കാരുമായി, മതക്കാരുമായി, ദേശക്കാരുമായി ഇങ്ങനെ മാറി എന്നുള്ളതാണ്. മനുഷ്യൻ ഏത് ലോകത്തുള്ളതായാലും ശരി, ഏത് രാജ്യത്തുള്ളവരായിരുന്നാലും ശരി, മനുഷ്യരൊന്നാണ് എന്നുള്ളതാണ്. അവൻ്റെ സ്വത്വം എന്ന് പറയുന്നത് ഈ ആത്മാധിഷ്ഠിതമാണ്. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവൻ്റെ സാമൂഹികമായ ജീവിതത്തിൽ സാമൂഹ്യ ബോധവും അതേപോലെ സാമൂഹ്യ ബോധത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇത്തരം സാമുദായികതയും മതപരവും ദേശീയതയും ഒക്കെ അവനെ വന്നുകൂടിയതാണ്. അപ്പോൾ ഈ വന്നുകൂടിയതാണ് യഥാർത്ഥം എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യുന്നു, വാസ്തവത്തെ വിസ്മരിക്കുന്നു. അപ്പോൾ ഗുരു വീണ്ടും നമ്മളെ തിരിച്ച് ആ വാസ്തവത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. അപ്പോൾ ആ വാസ്തവത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പം അത് ജീവിതത്തെക്കുറിച്ചുള്ള, തന്നെക്കുറിച്ചുള്ള പഠിപ്പിക്കലാവും. അപ്പോൾ ഗുരുദേവ കൃതികളെല്ലാം തന്നെ തന്നെക്കുറിച്ചുള്ള പഠിപ്പിക്കലാണ്. അപ്പോൾ തന്നിലേക്ക് തൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു വേണ്ടി അവൻ്റെ വിശ്വാസത്തെ ഗുരു കൂട്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ അവൻ്റെ വിശ്വാസത്തെ ഗുരു വിനിയോഗിക്കുന്നു. അപ്പോൾ ആ വിനിയോഗം എന്നുള്ള പദമാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടഡ് ആയിട്ടുള്ളത്. അപ്പം ഗുരുവിന് ഒരു പർപ്പസ് ഉണ്ട്, ഒരു സ്കീമുണ്ട്, അല്ലെങ്കിൽ ഒരു ലക്ഷ്യമുണ്ട്. അതെന്താ, മനുഷ്യനെ അവൻ ആരാണെന്നും അവൻ്റെ സ്വത്വം എന്താണെന്നും ബോധ്യപ്പെടുത്തേണ്ടുന്നതുണ്ട്. കാരണം അവൻ അതറിയാത്തത് കൊണ്ട് അവൻ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അവൻ ജീവിതത്തെ ആകെ കൂടി തെറ്റിദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ജീവിതത്തെ തെറ്റിദ്ധരിക്കുന്നതിലൂടെ മനുഷ്യൻ ദുഃഖിതരാകുന്നു.
അപ്പം മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തിലെ, നിത്യജീവിതത്തിലെ, പ്രാപഞ്ചികമായ ജീവിതത്തിലെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ശാശ്വതമായ പരിഹാരം ഉണ്ടാവണമെങ്കിൽ അവൻ ആരാണെന്നറിയണം, ജീവിതം എന്താണെന്നറിയണം. അപ്പോൾ ജീവിതത്തെക്കുറിച്ചും തന്നെക്കുറിച്ചുമുള്ള അജ്ഞതയിൽ നിന്നാണ് മനുഷ്യനുള്ള സകല ദുരിതങ്ങളും ഉണ്ടാവുന്നത്. അപ്പം ഇതിങ്ങനെ പറയുമ്പം ഒരിക്കലും മനുഷ്യന് ദുരിതമില്ല എന്നല്ല, ദുരിതമുണ്ട്. അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ അതുണ്ടായേ മതിയാവും. പക്ഷേ ഈ ദുഃഖവും ദുരിതവും അനുഭവിക്കുന്ന ഞാനല്ല യഥാർത്ഥ ഞാൻ എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഈ ദുഃഖത്തെ അതിജീവിക്കുവാൻ മനുഷ്യൻ പ്രാപ്തി നേടുന്നത്. അപ്പം സുഖവും ഒരിക്കലുമില്ല, ദുഃഖമല്ലാധിക പരലോകവുമില്ല തെല്ലുപോലും എന്ന് ഗുരു ശിവശതകത്തിൽ പറയും. അതെന്താ? അപ്പം നമ്മുടെ ഈ പ്രാപഞ്ചികമായ ജീവിതത്തെ എടുത്തു നോക്കുമ്പം, അല്ലെങ്കിൽ തൻ്റെ ആത്മബോധത്തെ തിരിച്ചറിയാതെയുള്ള ജീവിതം എന്നത് ഈ പറഞ്ഞതുപോലെ ദുഃഖപൂരിതമാണ്. എന്നാൽ എപ്പോഴാണോ നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ കഴിയുന്നത്, നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മൾ ജീവിക്കുന്നത്, അപ്പോൾ നമുക്ക് വരുന്ന എല്ലാ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും നമുക്ക് അതിജീവിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ദുഃഖവും ദുരിതവും വരാതിരിക്കും എന്നല്ല, അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അതിനെ അതിജീവിക്കുന്നത് ആത്മബോധത്തോടു കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തെ സാർത്ഥകമാക്കുന്നതിന് വേണ്ടി, മനുഷ്യൻ നന്നാകുന്നതിന് വേണ്ടി മനുഷ്യനിൽ ആത്മബോധം ജനിപ്പിക്കേണ്ടതും അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തെക്കുറിച്ചും അവനൊരു ഉൾക്കാഴ്ച ഉണ്ടാകേണ്ടുന്നതുണ്ട്. അപ്പം അതുകൊണ്ട് ജീവിതത്തെ പഠിപ്പിക്കുകയാണ് ഗുരു. അപ്പോൾ ഈ ജീവിതത്തെ നമ്മളിപ്പം നോക്കുമ്പോൾ ഗുരുദേവ കൃതികളെ നമ്മൾ സമീപിക്കുമ്പം നമ്മൾ എടുത്തുപയോഗിക്കുന്ന വാക്കുകളാണ്, അദ്വൈതമാണ്. ഇത് ഈ ജനനി നവരത്നമഞ്ജരിയെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളെ, ഇതുവരെ ഇറങ്ങിയിട്ടുള്ള വ്യാഖ്യാനങ്ങളെ എടുത്തു നോക്കിയാൽ കൃത്യമായും അതിലെല്ലാം പ്രതിപാദിച്ചിരിക്കും ഇത് അദ്വൈത വേദാന്തമാണ് എന്ന്. ആയിരിക്കാം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അദ്വൈതത്തെ നമുക്കിതിനകത്ത് കാണാൻ കഴിയുമായിരിക്കാം, അത് ഇല്ല എന്ന് അതല്ല എന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ഗുരു ഈ അദ്വൈതം പഠിപ്പിക്കലല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ജീവിതം പഠിപ്പിക്കലാണ്. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടുന്ന വസ്തുത. അപ്പോൾ ഇപ്പം ഇത് അദ്വൈതമാണ്, വേദാന്തമാണ് എന്ന് പറയുമ്പം ഈ അദ്വൈതം പഠിക്കുകയും വേദാന്തം പഠിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ഗുരുദേവ കൃതികളെ സമീപിക്കുന്നത്. പക്ഷെ അങ്ങനെ അദ്വൈതം പഠിപ്പിക്കൽ ഗുരുവിൻ്റെ ലക്ഷ്യമായിരുന്നില്ല. ഗുരു ഒരു അദ്വൈത പ്രചാരകനായിരുന്നില്ല. പക്ഷേ ഗുരു മനുഷ്യൻ്റെ ജീവിതത്തെ പ്രധാനമായി കണ്ടിരുന്നു. അപ്പം മനുഷ്യൻ്റെ ജീവിതത്തെ നന്നാക്കണം എന്ന് ഗുരുവിന് ആ നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ആ നിർബന്ധമുണ്ടായിരുന്നു എന്ന് പറയുമ്പം ആ നിർബന്ധം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ഗുരുവിനെ കൃത്യമായും നമുക്ക് മനസ്സിലാവുമ്പം, നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പം, ഗുരു തപസ്സനുഷ്ഠിച്ച് ഗുരു ഈ പ്രാപഞ്ചികമായ ജീവിതത്തിനെല്ലാം അപ്പുറത്തേക്ക് പോയി ബ്രഹ്മവിത്തായി മാറിയ ഋഷീശ്വരനാണ്. ബ്രഹ്മവിത്ത് എന്ന് പറഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരം നേടി ഈശ്വരനായ മനുഷ്യനാണ് ഗുരു. അത് ഗുരുവിൻ്റെ മറ്റു കൃതികൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഗുരു ആ നിലയിൽ നിന്നുകൊണ്ടാണ് ഈ കർമ്മങ്ങളെല്ലാം ചെയ്തത് എന്ന്. പക്ഷേ ആ നിലയെ പ്രാപിച്ച ഗുരു ആ നിലയിൽ തുടരുന്നതിന് പകരം, ഒരു സുബ്രഹ്മണ്യ കീർത്തനത്തിൽ പറയുമല്ലോ, തട്ടി പെരുക്കി പെരുവെളി അതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ എന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പം നമ്മൾ അതും നോക്കണം. ആ പ്രതിപാദ്യവും സുബ്രഹ്മണ്യ കീർത്തനം എന്ന ഒരു സ്തോത്രകൃതിയിലാണ്. അപ്പോൾ ആ സ്തോത്രകൃതിയിൽ പ്രതിപാദിക്കുന്നത് എന്താ? സുബ്രഹ്മണ്യനെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ പറയുകയാണ്, തന്നെ ഈ തട്ടി പെരുക്കി പെരുവെളി എന്ന് പറയുമ്പോൾ വളരെ പെരിയ വെളി എന്ന് പറഞ്ഞാൽ പുറം, ആകാശം. അപ്പോൾ പെരുവെളി വിശാലമായ ആകാശം, പരവെളി കണ്ടോ, ആ പരവെളിയിലാക്കാൻ പിന്നെയാട്ടെ. പരവെളിയിലായാൽ പിന്നെ ഈ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ സാധ്യമല്ല. പക്ഷേ ഗുരു ആ നിലയിൽ എത്തിയിട്ട് ബ്രഹ്മവിത്ത് ആയിട്ട് നിർവ്വാണം ദർശനത്തിൽ പറയുന്നതാണ് ഗുരുവിൻ്റെ ഈ അവസ്ഥയെ സംബന്ധിച്ചിട്ട്. നിർവ്വാണ ദർശനത്തിൽ ഗുരു പറയുന്നു, നിർവ്വാണം പ്രാപിച്ചവർ പലതരത്തിലുണ്ട്.
അത് പലതരത്തിലുണ്ട് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നിർവ്വാണശേഷം എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിൻ്റെയും തൻ്റെയും സത്യമറിഞ്ഞ് ഈ പരമമായ സത്യത്തോട് സത്യമായി മാറിയിരിക്കുന്ന ആ അവസ്ഥയാണ് നിർവ്വാണം എന്ന് പറയുന്നത്. ആ നിർവ്വാണം പ്രാപിച്ചവർ തന്നെ വീണ്ടും പലതരമായി തിരിയുന്നു. എന്ന് വെച്ചാൽ ആ നിർവ്വാണാവസ്ഥയെ ഇരുന്നു കൊണ്ട് ശരീരബോധം എത്രത്തോളം പുലർത്തുന്നു, നിർവ്വാണ പ്രാപ്തിയിൽ നിന്നുകൊണ്ട് ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് വീണ്ടും ശരീരത്തെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിർവ്വാണപ്രാപ്തരായിട്ടുള്ള വീണ്ടും പല തരത്തിൽ തിരിയപ്പെടുന്നത്. അപ്പോൾ ഗുരു അത് വളരെ ബ്രഹ്മവിദ്വരൻ, ബ്രഹ്മവിദ് വരിഷ്ഠാൻ ഇങ്ങനെ തരംതിരിക്കുന്നുണ്ട്, 4 തരം തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ബ്രഹ്മവിത്തായ ഗുരു, അപ്പോൾ ഗുരുവിനെ ബ്രഹ്മവിത്തായി അറിയുന്നത് എന്തുകൊണ്ടാണ്? ബ്രഹ്മവിത്തായിരിക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മവിത്തായിരിക്കുന്ന ബ്രഹ്മജ്ഞാനി, നിർവ്വാണപ്രാപ്തൻ, ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ കർമ്മത്തെ സ്വീകരിക്കുന്നു. ഈ സുബ്രഹ്മണ്യ കീർത്തനത്തിൽ മുൻപ് പ്രതിപാദിച്ചതുപോലെ ഈ നിർവ്വാണപ്രാപ്തനായിട്ട് ആ നിർവ്വാണത്തിൽ ലയിച്ച് ആത്മസുഖം മാത്രം നുകർന്ന് ആ പരയുടെ പാല് നുകർന്ന് ജീവിക്കുന്നത് എന്ന് വെച്ചാൽ ശരീരത്തെ വീണ്ടും ഉപയോഗിക്കാത്ത ആ അവസ്ഥ തനിക്ക് വേണ്ട. പിന്നെന്താ? ഈ നിർവ്വാണപ്രാപ്തിയിൽ നിന്നുകൊണ്ട് നിർവ്വാണ നിമഗ്നനായിരുന്നു കൊണ്ട് ലോകക്ഷേമത്തിനു വേണ്ടി, ലോകത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി, ലോകത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി, ഇനിയുള്ള ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ നന്മയ്ക്കു വേണ്ടി ഈ നിർവ്വാണപ്രാപ്തിയെ വിനിയോഗിക്കുന്നവനെയാണ് ബ്രഹ്മവിത്ത് എന്ന് പറയേണ്ടുന്നത്. അങ്ങനെ നോക്കുമ്പം നമുക്ക് ആ നിലയിൽ നിന്ന് ഗുരുവിനെ കാണുമ്പം ബ്രഹ്മവിത്ത് തന്നെയാണ് ഗുരു എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാവും. അത് മനസ്സിലാക്കാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ഞാൻ ഈ പലർക്കും എന്ന് പറഞ്ഞത് ഗുരു ശശരീരിയായിരുന്ന സന്ദർഭത്തിൽ പോലും ഗുരുവിൻ്റെ ഗണത്തിൽ അല്ലെങ്കിൽ ഗുരുവിനോട് ചേർത്തു പറയുന്ന അവർക്ക് പോലും ഗുരുവിനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് പല സന്ദർഭങ്ങളിലെ വർത്തമാനങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇപ്പം എൻ്റെ ഓർമ്മയിൽ വരുന്നത്, ഇപ്പം ഗുരു ഈ പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കാനും ക്ഷേത്രം ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ സാമൂഹികമായ വിഷയങ്ങൾ വ്യാപൃതനായിരുന്നപ്പോൾ ചട്ടമ്പിസ്വാമി കാണുകയും ചട്ടമ്പിസ്വാമി ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും പ്രവൃത്തി ആരുടെ പണിയാണല്ലേ എന്നാണ് ചട്ടമ്പിസ്വാമി ചോദിക്കുന്നത്. ഇതെല്ലാം ലിഖിതമായിട്ടുള്ളതാണ്, ഗുരുവിൻ്റെ വൈഖരിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അല്ലാതെ നമ്മളിത് ഉണ്ടാക്കി പറയുന്നതോ നമ്മൾ ഓളം വെട്ടി പറയുന്നതോ അല്ല, മറിച്ച് ഇതൊക്കെ ചരിത്ര സത്യങ്ങളാണ്. അപ്പം ചട്ടമ്പിസ്വാമി ഗുരുവിനോട് ചോദിക്കുകയാണ്, ഇപ്പോഴും പ്രവൃത്തിയാരാണല്ലേ എന്ന് പറഞ്ഞാൽ, പ്രവൃത്തിയാരെന്ന് പറഞ്ഞാൽ സാമൂഹ്യമായ വിഷയങ്ങൾ ഇടപെട്ട് വില്ലേജ് ഓഫീസറെ പോലെ പള്ളിക്കൂടം ഉണ്ടാക്കാനും അമ്പലം ഉണ്ടാക്കാനും പള്ളി ഉണ്ടാക്കാനും അവരുടെ എന്ന് വെച്ചാൽ ഒരു മനുഷ്യർക്ക് സാമൂഹികമായ ആവശ്യങ്ങളെ നിറവേറ്റുന്നതിന് വേണ്ടി അതിൽ മുഴുകിയിരിക്കുന്നയാളിനെയാണ് പ്രവൃത്തിയാർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും അല്ലേ എന്നുള്ള നിലയിലാണ് ചട്ടമ്പിസ്വാമി ചോദിക്കുന്നത്. സാധാരണക്കാരനല്ലെന്ന് ഓർമ്മിക്കണം. അപ്പം സാധാരണക്കാരെല്ലാം ഗുരുവിനെ തെറ്റിദ്ധരിച്ചു. കാരണം എന്താ, അവരെപ്പോലെ ഇപ്പം അതുകൊണ്ടല്ലേ ഇന്നിപ്പം ഗുരുവിനെ അയ്യങ്കാളിയോടും അംബേദ്കറോടും ഒക്കെ ചേർത്ത് വെച്ചല്ലേ പറയുന്നത്. കാരണം ഗുരുവിൻ്റെ സാമൂഹികമായ സമീപനത്തെ അല്ലെങ്കിൽ സാമൂഹികമായ കാഴ്ചപ്പാടുകൾ ഇവർക്കൊക്കെ സമാനമായിരുന്നു. അപ്പോൾ നോക്കുമ്പം അവരോട് ചേർത്ത് വെക്കാനേ കഴിയൂ. എന്നാൽ അവരെ പോലെ ആയിരുന്നോ എന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല. നോക്കുമ്പോൾ ജാതീയതകളുടെ കൂടെ വിഷയം വന്നപ്പോഴത്തേക്ക് ഓരോ ജാതിക്കും ഓരോ ഗുരു അല്ലെങ്കിൽ ഓരോ മഹാത്മാവെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയപ്പം ഗുരു ഒരു സമുദായത്തിൻ്റെ മഹാത്മാവായി ഗുരുവായി നിൽക്കുന്നു, മറ്റൊരാൾ മറ്റൊരു സമുദായത്തിൻ്റെ ഗുരുവായി നിൽക്കുന്നു, ആത്മീയ നേതാവായി നിൽക്കുന്നു, ഇങ്ങനെ ഈ മാറിയല്ലോ. അപ്പം ആ നിലയിൽ എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ സമൂഹത്തിൽ സാമൂഹിക നവോത്ഥാനത്തിന് വേണ്ടി സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള മഹാത്മാക്കളോട് ചേർത്ത് തന്നെയാണ് ഗുരുവിനെയും ഇന്ന് കണ്ടുപോരുന്നത്. കാരണം ഗുരുവിൻ്റെ ബ്രഹ്മവിത്ത് അവസ്ഥയൊന്നും നമുക്കാർക്കും മനസ്സിലാവാത്തതുകൊണ്ടാണ് ഈ ഗുരുവിനെ പരിഷ്കർത്താവെന്ന നിലയിൽ നവോത്ഥാന നായകൻ എന്നുള്ള നിലയിലൊക്കെ വിശേഷിപ്പിക്കുന്നവർ ഗുരുവിൻ്റെ ഈ ബ്രഹ്മവിത്ത് സ്ഥിതി എന്ന് വെച്ചാൽ ഗുരു തപസ്സനുഷ്ഠിച്ച് ഈ സാക്ഷാത്കാരം നേടി
ഈശ്വരനും ഗുരുവും ഒന്നായി മാറിയ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഈ കർമ്മം ചെയ്യുന്നത് എന്ന് അന്നും ആരും തിരിച്ചറിഞ്ഞിട്ടില്ല, ഇന്നും തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഗുരുവിനെ സാധാരണ സാമൂഹ്യ പരിഷ്കർത്താക്കളോട് ചേർത്ത് വയ്ക്കുന്നു. ഇപ്പം ഞാനിത് പറയുന്നത് ചട്ടമ്പി സ്വാമിയെപ്പോലെ മഹാനായ ദിവ്യനായ സതീർത്ഥ്യന് പോലും ആ അവസ്ഥയെ, ഗുരുവിൻ്റെ ആ അവസ്ഥയെ തിരിച്ചറിയാത്തതുകൊണ്ടാണല്ലോ ഈ ചോദ്യം ഉന്നയിക്കുന്നത്. അത് ആ ചോദ്യം ഗുരുവിനെ വേണ്ടതുപോലെ ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് എന്നുള്ളത് ഗുരുവിൻ്റെ മറുപടിയിൽ നിന്ന് വളരെ സുവ്യക്തമാണ്. അപ്പോൾ ഗുരു എന്താ ചട്ടമ്പി സ്വാമിയോട് മറുപടി കൊടുക്കുന്നത്? പ്രവൃത്തിയുണ്ട്, ആരില്ല. അപ്പോൾ ഇപ്പോഴും പ്രവൃത്തിയാർ എന്ന പ്രവൃത്തിയാരാണല്ലേ എന്നല്ലേ ചോദ്യം. ചട്ടമ്പി സ്വാമികളുടെ ആണെന്ന് ഓർമ്മിക്കണം, സാധാരണക്കാരൻ്റെ അല്ല. അപ്പോൾ ചട്ടമ്പി സ്വാമികൾക്ക് പോലും, ഇപ്പം ചട്ടമ്പി സ്വാമിയെ സതീർത്ഥ്യരായും പിന്നെ വളരെ പർപ്പസീവായിട്ട് ഗുരുവിൻ്റെ ഗുരുവാണെന്ന് പോലും പറഞ്ഞു സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആ ചട്ടമ്പി സ്വാമിയുടെ സ്ഥിതിയായി, ചട്ടമ്പി സ്വാമി ഗുരുവിനെ മനസ്സിലാക്കിയ കാര്യമാണ് ഈ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ചട്ടമ്പി സ്വാമിക്ക് ഗുരുവിനെ ഇത്രയേ ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നുള്ളൂ. അപ്പം ഗുരുവിൻ്റെ ആ മറുപടിയിൽ നിന്ന് ചട്ടമ്പി സ്വാമിയിലേക്കുള്ള ആ തിരുത്തൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താ? പ്രവൃത്തിയാരാണല്ലേ. അപ്പോൾ ഗുരു എന്ത് പറയുന്നു? പ്രവൃത്തിയുണ്ട്, ആരില്ല. തൻ്റെ യഥാർത്ഥമായിട്ടുള്ള അവസ്ഥയെ ചട്ടമ്പി സ്വാമികൾക്ക് ബോധ്യപ്പെടുത്തുകയാണ്. കാരണം അത് ചട്ടമ്പി സ്വാമികൾക്ക് ബോധ്യമാവും, മറ്റുള്ളവർക്കത് ബോധ്യമാവണമെന്നില്ല. കാരണം എന്താ? ഈ ആത്മീയമായ ഈ ആരില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിന്നും മനസ്സിലാവില്ലല്ലോ. പ്രവൃത്തിയുണ്ട്, ആരില്ല എന്ന് പറഞ്ഞാൽ ആരു ചെയ്യുന്നു. ഇപ്പം നമ്മളിപ്പം ആരാണ് പ്രസംഗിക്കുന്നത്? ഞാനാണ് പ്രസംഗിക്കുന്നത്. ആരാണ് കേൾക്കുന്നത്? ഞാനാണ് കേൾക്കുന്നത്. ഇങ്ങനെ നമ്മുടെ എല്ലാം കർമ്മത്തിനെ നമ്മൾ ഞാനുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ തികഞ്ഞ അഹംബോധത്തോടു കൂടിയാണ് നമ്മളിത് പറയുന്നത്. ആര് ചെയ്യുന്നു? ഞാൻ ചെയ്യുന്നു എന്നുള്ള നിലയിലാണ്. അല്ലാതെ അപ്പോൾ ഗുരു ചെയ്ത പ്രവൃത്തിയോ? ഞാനില്ലാത്ത കർമ്മം. അപ്പോൾ അത് വേറെ പല സന്ദർഭങ്ങളിലും വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പം രവീന്ദ്രനാഥ ടാഗോർ അങ്ങ് ഒരുപാട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഗുരുവിനോട് പറഞ്ഞു. നാം ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. മനസ്സിലായി? അപ്പം അത് നാം ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നയാളാണ് രവീന്ദ്രനാഥ ടാഗോർ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ചെയ്യുന്നതൊന്നും ഞാൻ ബോധത്തോടു കൂടിയല്ല എന്ന് കണ്ടോ. അവിടെ ആ ആധ്യാത്മികത ഗുരുവിൻ്റെ നില കൃത്യമായും വെളിവാക്കിക്കൊണ്ടാണ്. അപ്പം ഞാനിത് ജനനീ നവരത്ന മഞ്ജരിക്ക് ഒരു ആമുഖം എന്ന നിലയിൽ പറയുന്നു എന്ന് കരുതിയാൽ മതി. കാരണം ഇത് പറയാതെ നമ്മൾ ജനനീ നവരത്ന മഞ്ജരി പറഞ്ഞാൽ ജനനീ നവരത്ന മഞ്ജരിയെയും തെറ്റിദ്ധരിക്കും, ഗുരുവിനെയും തെറ്റിദ്ധരിക്കും. കാരണം ഈ തെറ്റിദ്ധാരണകളാണ് ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ നിന്ന് മാറി അപ്പം ഗുരു ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട്, അപ്പം ഞാനിത് പറഞ്ഞത് ഗുരു തന്നെ തൻ്റെ നിലയെ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നമ്മളാരും ഗുരുവിന് ചാർത്തിക്കൊടുക്കുന്നതോ ഗുരുവിനെ പ്രകീർത്തിക്കുന്നതോ അല്ല. പക്ഷേ ഇത് ഗുരു തന്നെ ഇത് കൽപ്പിച്ചിട്ടുള്ളത് കൊണ്ട്, ഇങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട്, അതേപോലെ തന്നെ ഗുരുവിൻ്റെ ഓരോ ചെയ്തിയെയും ഓരോ മഹാത്മാക്കളും, ഈ മഹാത്മാക്കളായിട്ടുള്ളവർ പോലും തെറ്റിദ്ധരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പം ഗുരു ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു. അപ്പം വാഗ്ഭടാനന്ദ സ്വാമി അന്നത്തെ ഒരു വളരെ വാഗ്ഭടാനന്ദ ഗുരുദേവൻ എന്നല്ലേ അറിയപ്പെടുന്നത്. അത്ര സ്വാധീനമുള്ള ഒരു മഹാത്മാവാണ്, സാധാരണക്കാരനല്ല. അപ്പം വാഗ്ഭടാനന്ദ സ്വാമി എന്താ പറഞ്ഞത്? വളരെ വിമർശനാത്മകമായിട്ടാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, അങ്ങ് ഈ സർവേക്കല്ല് നാട്ടുന്ന രീതിയോട് എനിക്ക് യോജിപ്പില്ല എന്നാണ്. അപ്പോൾ ഈ ക്ഷേത്രപ്രതിഷ്ഠകളെ സർവേക്കല്ല് നാട്ടുന്നു, മൈൽ സ്റ്റോൺസ്. ഇപ്പോൾ ഇത്ര കിലോമീറ്റർ എന്നുള്ള ആ ഒരു ദൂരം അളക്കുന്നതിന് വേണ്ടി കല്ലുകൾ സ്ഥാപിക്കുന്നത്, മൈൽ സ്റ്റോൺ ഇടുന്നത് പോലെ, സർവേക്കല്ല് നാട്ടുന്നത് പോലെയാണ് ഓരോ ക്ഷേത്രത്തെയും വാഗ്ഭടാനന്ദ സ്വാമി കണ്ടത്. കണ്ടോ? അപ്പോൾ അവിടെ എന്താ? ഗുരു ഒരു അദ്വൈതിയാണ്. അപ്പോൾ ഒരു അദ്വൈതിക്ക് ഈ ക്ഷേത്രപ്രതിഷ്ഠയും പിന്നെ വിശ്വാസം വളർത്തലും പൂജയും ദൈവവും ഭക്തനും എന്നുള്ള ദ്വൈതമുണ്ടോ എന്നുള്ള നിലയിലാണ് ആ സംശയം അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഗുരു ഈ അദ്വൈതവും വേദാന്തവും ഒന്നും അല്ല അവിടെ എടുക്കുന്നത്. ഗുരു മനുഷ്യനെ മുന്നിൽ കാണുന്നു, മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവരണം, ആ മനുഷ്യൻ്റെ അപാരമായ സാധ്യതയിലേക്ക് അവനെ നയിക്കണം. അവനിങ്ങനെ വെറും തിന്നും കുടിച്ചും ഇല്ലാതായി പോകാനുള്ളവനല്ല, അവന് അനന്തമായ സാധ്യതയുണ്ട്.
ഈ സാധ്യതയിലേക്ക് മനുഷ്യനെ കൈപിടിച്ചുയർത്തുക എന്നുള്ള മഹത്തായ ഒരു ദൗത്യത്തിൻ്റെ പേരിലാണ് ഗുരു ഇത് ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞ ശാസ്ത്രബോധക്കാർക്ക് അത് കല്ലുനാട്ടലും പിന്നെ വേദാന്തിക്ക് ചേരാത്തതും ഒക്കെ ആയിട്ടേ കാണാൻ പറ്റുള്ളൂ. ഇനി അതിൻ്റെ തിരുത്തലുകൾ നമ്മൾ കൃത്യമായിട്ടും തിരിച്ചറിയണം. ഇപ്പം വാഗ്ഭടാൻ സ്വാമിയെ എങ്ങനെയാണ് തിരുത്തിയത്? അപ്പം വളരെ രസകരമാണ് അവരുടെ വർത്തമാനം. അപ്പം അങ്ങയുടെ സർവേക്കല്ലു നാട്ടുന്ന രീതിയോട് എനിക്ക് യോജിപ്പില്ല. അപ്പോൾ ഗുരു വളരെ വളരെ ലളിതമായി അല്ലെങ്കിൽ ഒരൊറ്റ വാക്കിൽ മറുപടി കൊടുക്കുന്നു, നമുക്ക് യോജിപ്പ് തന്നെ. എന്ന് പറഞ്ഞാൽ ഇപ്പം ഗുരു ചെയ്ത പ്രവൃത്തി ഗുരുവിന് തികഞ്ഞ ബോധ്യത്തോടു കൂടിയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് യോജിപ്പ് തന്നെ, നമുക്കൊരു സംശയവുമില്ല അത് ചെയ്യാൻ പാടുള്ളതാണോ ചെയ്യാൻ പാടില്ലാത്തതാണോ, ഇത് ചെയ്യേണ്ടതാണ് എന്ന് തികഞ്ഞ ബോധത്തോടു കൂടി യാതൊരു സംശയവുമില്ലാതെ സംശയലേശമന്യാണ് ഗുരു ഇത് ചെയ്തിരിക്കുന്നത്. കാരണം എന്താ? ഗുരു ഈ ബ്രഹ്മവിത്തായിരിക്കുന്ന മനുഷ്യനാണ്. അപ്പം ഗുരുവിന് കൃത്യമായും ഇതെല്ലാം അറിയാം. അപ്പോൾ അതുകൊണ്ട് ഗുരു ഒറ്റവാക്കിൽ അതിന് മറുപടി കൊടുക്കുന്നു. പിന്നെ വാഗ്ഭടാൻ സ്വാമി വലിയ യുക്തിവാദിയും കൂടിയാണ്. എന്നുവെച്ചാൽ തർക്കത്തിന് വേണ്ടി വന്നയാളാണ്. ഈ സ്വാമിയുടെ ഈ ക്ഷേത്രപ്രതിഷ്ഠാ പ്രക്രിയയെ സംബന്ധിച്ച് തർക്കിക്കുന്നതിന് വേണ്ടി വന്നയാളാണ് വാഗ്ഭടാൻ സ്വാമി. അപ്പം നമുക്ക് യോജിപ്പ് തന്നെ എന്ന ഒറ്റ വാക്കിൽ തർക്കം തീർന്നു. ഇനി എന്താ ചോദിക്കുക? വീണ്ടും അദ്ദേഹത്തിൻ്റെ ചോദ്യം അപ്രസക്തമാണ്, അനുചിതമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി, നമ്മളെപ്പോലുള്ളവരെ പഠിക്കുന്നവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടി പറയുകയാണ്, നാം കല്ലു നാട്ടുന്നതല്ലേ ഉള്ളൂ, പലരും കല്ല് ചുമന്നുകൊണ്ട് നടക്കുകയാണല്ലോ. ഈ വാഗ്ഭടാൻ സ്വാമിയുടെ കാതിൽ കടുക്കനുണ്ട്, കല്ലിൻ്റെ കടുക്കനുണ്ട്. അപ്പോൾ കടുക്കൻ, കല്ലുകൊണ്ടുണ്ടാക്കിയ കടുക്കൻ കാതിൽ തൂക്കി സകല സമയവും കാതിൽ തൂക്കി ചുമന്നുകൊണ്ട് നടക്കുന്ന മനുഷ്യനാണ് കല്ലുടത്ത് കുഴിച്ചിട്ടവനെ കുറ്റപ്പെടുത്തുന്നത്. എത്ര നർമ്മവും എത്ര വലിയ തിരുത്തലുമാണെന്ന് ഓർമ്മിക്കണം. അതേപോലെ ചട്ടമ്പിസ്വാമി ഈ അരുവിപ്പുറം പ്രതിഷ്ഠയെ കേട്ടപ്പം കഷ്ടം എന്ന് പറഞ്ഞു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു വേദാന്തി ഇത്രയും അധപ്പതിക്കാമോ എന്നുള്ള ആ നിലയിൽ. പക്ഷെ അത് അവിടെയും ഗുരുവിൻ്റെ ആ നിലയെ, ഗുരു എന്തിനാണിത് ചെയ്യുന്നത് എന്ന് അറിയാത്തത് കൊണ്ടാണ് അങ്ങനൊരു ഇതുണ്ടായത്, ആ കമൻ്റ് ഉണ്ടായത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഗുരുവിൻ്റെ ചെയ്തികളെ അന്നും ഇന്നും തെറ്റിദ്ധരിച്ചുകൊണ്ടേയിരിക്കുന്നു. മഹാത്മാക്കളായിട്ടുള്ളവർ പോലും തെറ്റിദ്ധരിക്കുന്നു. കാരണം എന്താ? എന്നാൽ ഗുരുവിനെ തിരിച്ചറിഞ്ഞതാര്? രമണ മഹർഷി. എന്തുകൊണ്ട്? രമണ മഹർഷി ഒന്നും വേണ്ടിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടിയില്ല, പോയി കഴിഞ്ഞ് പറഞ്ഞു സർവജ്ഞൻ, സർവജ്ഞൻ. കണ്ടോ? അപ്പോൾ ആ ഒരു അവസ്ഥയെ എത്തിയവർക്ക് മാത്രമേ ഈ പരസ്പരം തിരിച്ചറിയുവാൻ സാധിക്കൂ. അപ്പം നമ്മളൊക്കെ ഗുരുവിനെ പിൻപറ്റി, കൃതികളിലൂടെ തന്നെ ഗുരുവിനെ പിൻപറ്റി, ഗുരു ഈ ബ്രഹ്മവിത്താണ്, ഈ നിർവ്വാണപ്രാപ്തനായിട്ട് ലോകക്ഷേമാർത്ഥം കർമ്മം ചെയ്യുന്നതാണ് എന്ന് ബോധ്യം നമുക്ക് ഉണ്ടായത് ഈ കൃതികളുടെ പഠനത്തിലൂടെയാണ്. അപ്പോൾ ഈ കൃതികളെ നമ്മൾ ഈ ഏതെങ്കിലും കോളത്തിൽ അദ്വൈതം വേദാന്തം എന്നൊക്കെ ഉള്ള കോളത്തിൽ കയറ്റി വെക്കുമ്പം ഇതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള എന്താ പറയുക, ആ തനിമ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ജനനീ നവരത്ന മഞ്ജരിയെ സംബന്ധിക്കുന്ന സകല വ്യാഖ്യാനങ്ങളിലും ഇത് അദ്വൈത വേദാന്തമാണ് പ്രതിപാദിക്കുന്നത് എന്നായിരിക്കും കുറിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മളതിനെ ഇങ്ങനെയുള്ള ഒരു ശാസ്ത്രത്തിൻ്റെ, ഏതെങ്കിലും ഒരു ശാസ്ത്രം പഠിപ്പിക്കലായിരുന്നില്ല ഗുരുവിൻ്റെ ദൗത്യമെന്നും, ഗുരുവിന് മനുഷ്യനെ അവൻ്റെ സ്വത്വബോധം വളർത്തുന്നതിനും അവൻ്റെ പ്രപഞ്ചബോധം വ്യക്തമാക്കുന്നതിനും വേണ്ടി സാധാരണ മനുഷ്യർക്കു വേണ്ടി എഴുതപ്പെട്ട കൃതികളാണ് എന്നാണ് നമ്മളതിനെ കാണുന്നത്. അവിടെ ശാസ്ത്രമുണ്ടാവാം, അത് ശാസ്ത്രം ഈ അദ്വൈതം വേദാന്തവും പഠിച്ചവർക്ക് ഇതിനകത്തൊരു പക്ഷേ കാണാൻ സാധിക്കുമായിരിക്കും. പക്ഷെ നമ്മളതിനെ കാണുന്നത് ഒരു അദ്വൈതം പഠിപ്പിക്കലല്ല ആയിരുന്നില്ല ഗുരുവിൻ്റെ ദൗത്യം. അദ്വൈതം പഠിപ്പിക്കാൻ വേണ്ടിയും അദ്വൈതം സ്ഥാപിക്കാൻ വേണ്ടിയും ഒക്കെ വന്നിട്ടുള്ള ആചാര്യന്മാരുണ്ട്, അവരൊക്കെ ആ നിലയിൽ തന്നെ കാണണം. പക്ഷെ ഗുരുവിൻ്റെ ദൗത്യം ഈ ഭാരതത്തിലെ അദ്വൈത വേദാന്തം സംസ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നില്ല, മറിച്ച് മനുഷ്യരെ അവൻ്റെ അനന്തമായ സാധ്യതയിലേക്ക് ഉയർത്തുക, മനുഷ്യരെ നന്നാക്കുക
എന്നുള്ളതായിരുന്നു. ഇത് ഞാൻ പറയുന്നതും ഗുരുദേവ കൃതികളിൽ തന്നെ പ്രതിപാദിച്ചിട്ടുള്ള, ഗുരു തന്നെ പ്രതിപാദിച്ചിട്ടുള്ള കാര്യങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ടാണ്. കഷ്ടം ദീനം പിടിച്ചോ മധുര അത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോത്തിഷ്ട ശീക്രം, നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിതിപ്പോൾ. നദിയിൽ മുഴുകുക, സമൂഹത്തിൽ ഇടപെടുക. അപ്പം ഒരു നിർവ്വാണപ്രാപ്തനു മാത്രമേ സമൂഹത്തെ ഉദ്ധരിക്കുവാൻ, സമുദ്ധരിക്കുവാൻ, പരിവർത്തനം ചെയ്യുവാൻ, മാറ്റം വരുത്തുവാൻ, തെറ്റുകളെ തിരുത്തുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു നിർവ്വാണപ്രാപ്തൻ ഈ മാറ്റങ്ങൾ, ഇപ്പം ഗുരുവിൻ്റെ ഇടപെടൽ, ഒരുപാട് പേരുടെ ഇടപെടൽ കൊണ്ടാണ് സമൂഹം മാറ്റം വന്നത് എന്ന് നമുക്കറിയാം. മറ്റാരുടെയും പ്രവൃത്തിയെ നമ്മൾ ചെറുതായി കാണുന്നില്ല. അതൊക്കെ ശരിയായിരിക്കുമ്പോഴും ഗുരുവിൻ്റെ ചെയ്തികൾക്ക് ഉള്ള സവിശേഷത, ഇപ്പം അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തി, അന്ന് ആ കാലത്ത് ആർക്ക് ചെയ്യാൻ പറ്റും? അങ്ങറ്റത്തെ നിഷേധമല്ലേ? വേണമെങ്കിൽ ഗുരുവിനെ ജയിലിലടച്ചുകൂടെ? എന്നിട്ട് എത്ര ധൈര്യത്തോടു കൂടിയാണ് ഗുരു അത് ചെയ്യുന്നത്? അവിടെ എവിടെയെങ്കിലും ഒരു ആശങ്കയുണ്ടോ? അതേപോലെ വിഗ്രഹം പ്രതിഷ്ഠിക്കുക മാത്രമല്ല, ഈ പൂജിച്ച് പ്രസാദിപ്പിച്ച് പിന്നെ കോഴിയും ആടും ഒക്കെ വെട്ടി രക്തം ഒലിപ്പിച്ച് അത്ര വിശ്വാസത്തിൽ പാലിച്ചു പോന്നിരുന്ന ക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹങ്ങളെ എടുത്തു മാറ്റുക നടക്കുമോ? ഒരു സാധാരണ മനുഷ്യന് സാധിക്കുന്ന കാര്യമാണോ? അല്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഗുരുവിൻ്റെ ആ നിലയെ നമ്മൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ആ നിലയിൽ നിന്നുകൊണ്ട് കഷ്ടം ദീനം പിടിച്ചോ മതിര അത് കുടിച്ച ബോധം കെട്ട് അവൻ എന്താണെന്നറിയാതെ, അവൻ ആരാണെന്നറിയാതെ ഇങ്ങനെ ജീവിതം നശിപ്പിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ഗുരു കാരുണ്യപൂർവം ചമച്ചതാണ് ഈ ഓരോ കൃതിയും. പക്ഷേ അത് ഈ ഇരയിടുന്നത് പോലെ ഗുരു എന്ത് ചെയ്യുന്നു? അവന് പ്രിയപ്പെട്ട ദേവീദേവന്മാരുടെ പേരുകൾ അതിന് നൽകിയിരിക്കുന്നു. അവന് പ്രിയപ്പെട്ട ദേവീദേവന്മാരുടെ പേരാകുമ്പം എന്ത് ചെയ്യുന്നു? അവനതിനെ സ്വീകരിക്കുന്നു. അല്ലെങ്കിലോ അത് സ്വീകരിക്കത്തില്ല. അപ്പം വിഗ്രഹം പ്രതിഷ്ഠിച്ച് കൊടുത്തു, ആ വിഗ്രഹത്തിലൂടെ എന്താണ്? അവനെ സംശുദ്ധീകരിക്കുകയാണ്. ക്ഷേത്രങ്ങളിലൂടെ മനുഷ്യനെ പരിവർത്തനം ചെയ്യുകയാണ്. കുളിക്കാൻ അവസരം ഉണ്ടാക്കുന്നു, ജപിക്കാൻ അവസരം ഉണ്ടാക്കുന്നു, ശുദ്ധവായു ശ്വസിക്കാൻ അവസരം ഉണ്ടാക്കുന്നു, ശുദ്ധമായ ഭക്ഷണം കഴിക്കാൻ അവസരം ഉണ്ടാക്കുന്നു. ഇപ്പം അമ്പലത്തിലെ പ്രസാദം എന്ന് പറയുമ്പോൾ എന്താ? ഏറ്റവും ശുദ്ധമായിട്ടുള്ളതല്ലേ, ഏറ്റവും നല്ല സംഗതികൾ ചേർത്തല്ലേ പ്രസാദം ഉണ്ടാക്കുക. കാരണം ദേവന് കൊടുക്കുന്നത് എന്ന ആ ഒരു കാരണത്താൽ ആരും മോശമായിട്ടുള്ളത് കൊണ്ട് കൊടുക്കില്ല, ഇല്ലേ? ഇപ്പോൾ ഈ കദളിപ്പഴമൊന്നും സാധാരണ മനുഷ്യർ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കത്തില്ലല്ലോ. കാരണം അത് ദേവനുള്ളതാണെന്നാണ്. എന്താ കാര്യം? ആ കദളി അത്രയും മേന്മയുള്ളതാണ്. അപ്പോൾ അത് ദേവനെ കൊടുക്കൂ. ഏറ്റവും ശുദ്ധമായിട്ടുള്ളത് എന്തും, നെയ്യ്, പാല്, പഴവർഗ്ഗങ്ങൾ, ഇതെല്ലാം ദേവനല്ലേ കൊടുക്കൂ നമ്മൾ. അപ്പം അവന് ഏറ്റവും പ്രിയപ്പെട്ടതെല്ലാം കൊടുക്കുന്നത് ദേവനാണ്. അപ്പോൾ അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടത് ദേവനാണ്. അപ്പോൾ അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതിലൂടെ ഗുരു എന്ത് ചെയ്യുന്നു? ഈ അതിലേക്ക് ആകർഷിച്ചിട്ട് അതിലൂടെ ഈ അവൻ്റെ സ്വത്വബോധവും അഖണ്ഡമായ ബോധവും അവനിലേക്ക് സന്നിവേശിപ്പിക്കുന്നു. ആ ഒരു പശ്ചാത്തലം, അല്ലെങ്കിൽ ആ ഒരു സ്കീം, ആ ഒരു പദ്ധതി നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാകുന്നൊരു കൃതിയാണ് ജനനീ നവരത്നമഞ്ജരി. അപ്പം ജനനീന്ന് അപ്പോൾ ആ കൃതി തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അപ്പം നമുക്ക് ആ കൃതിയുടെ ഒന്നാം ശ്ലോകം ഇങ്ങനെയാണ്. ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്ന് ആശു തൻ മതി മറന്ന് അനാദിയിൽ പ്രിയമുയർന്ന് ആടലാം കടലിൽ ഒന്നായി വീണ് വലയും. എന്നാശയം ഗതിപെറും നാദഭൂമിയിൽ അമർന്ന് ആ വിരാഹ പടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണ് അറുമ്പടി കലർന്ന് ആറിടുന്നു ജനനി. ഇതാണ് ശ്ലോകം. ഇതാണ് ജനനീ നവരത്നമഞ്ജരിയുടെ ആദ്യത്തെ മന്ത്രം. അപ്പം ഇവിടെ ഈ ജനനി എന്ന അവസാനം ഈ ജനനി എന്ന ഒരു സംബോധനയല്ല, അത് വേറെ ഒരു സംഗതിയും ജനനിയുമായി ബന്ധപ്പെട്ട്, ദേവതയുമായി ബന്ധപ്പെട്ട് ഇല്ല. അപ്പോൾ ഈ കൃതി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇതിൻ്റെ ഒരു ചരിത്രം നോക്കുമ്പം ശിവഗിരിയിലെ ശാരദാ മഠത്തിന് തറക്കല്ലിട്ടിട്ട് അത് തൃപ്പാദങ്ങളുടെ ജന്മനാളുകൂടിയായിരുന്നു.
അപ്പോൾ ആ ജന്മനാളിന് ശാരദാമഠത്തിന് തറക്കല്ലിട്ടിട്ട് രചിച്ചതാണ്. അപ്പോൾ ശാരദാമഠത്തിൻ്റെ പശ്ചാത്തലത്തിലും ശാരദയുടെ പശ്ചാത്തലത്തിലും ശാരദയെ ജനനി എന്ന് സംബോധന ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ളതാണ്. അതിലെ പ്രതിപാദ്യം എന്താ? ഒന്നായ മാമതിയിൽ നിന്ന്. മാമതി മഹത്തായ മതി, മതി ബുദ്ധി, ഏകമായ മഹത്തായ മതിയിൽ നിന്ന്, ഏകമായ മഹത്തായ മതി. മതി എന്നുള്ളതിന് നമുക്ക് ആ ബുദ്ധി എന്നുള്ളതിന് അറിവ് എന്ന തരത്തിൽ അർത്ഥം കൊള്ളുന്നതായിരിക്കും കൂടുതൽ ഉചിതം. അപ്പം ബുദ്ധി അറിവിൻ്റെ ഇടമാണ്. അപ്പോൾ ഒന്നായ മാമതി, മഹത്തായ മതി, മഹത്തായ അറിവ്, ഏകമായ മഹത്തായ അറിവിൽ നിന്ന് 1000 ത്രിപുടി വന്നു. 1000 ത്രിപുടി എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ വേദാന്തത്തിലെ അല്ലെങ്കിൽ അദ്വൈതത്തിലെ ഒരു സാങ്കേതിക പദമാണ്. അപ്പം സാങ്കേതിക പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു, അത് ശരിയാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു സാധാരണ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അവൻ ജനനിയെ കാണാൻ വേണ്ടി, ജനനിയെ അറിയാൻ വേണ്ടി, ജനനിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ജനനി നവരത്ന മഞ്ജരി തുറന്ന് വായിക്കുകയാണ്. അപ്പം അതിനകത്ത് എഴുതിയിരിക്കുന്നു, ഏകമായ മഹത്തായ ബുദ്ധിയിൽ നിന്ന് അല്ലെങ്കിൽ ഏകമായ മഹത്തായ ഒരു അറിവിൽ നിന്ന് 1000 ത്രിപുടി ഉണ്ടായി. ത്രിപുടി, അപ്പോൾ ആ പദത്തെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താ ത്രിപുടം? 3 പുടങ്ങൾ. 3 പുടങ്ങൾ എന്താ? അറിവിൻ്റെ 3 പുടങ്ങൾ. അപ്പം നമ്മൾ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ഉണ്ട് എന്ന് അന്വേഷിച്ചാൽ, ഇപ്പോൾ ഒരു ശാസ്ത്രീയമായ സമീപനമാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള ഓരോന്നിനെയും എടുത്ത് അപഗ്രഥിക്കണം. അപ്പോഴേ പ്രപഞ്ചത്തിൽ എന്തുണ്ട് എന്ന് മനസ്സിലാവൂ. അപ്പോൾ നമ്മൾ നോക്കുമ്പം ജന്തുക്കളുണ്ട്, സസ്യങ്ങളുണ്ട്, മത്സ്യങ്ങളുണ്ട്, ഇഴജന്തുക്കളുണ്ട്. അപ്പോൾ പിന്നെ ആ ജന്തുക്കളെ തന്നെ പലതായി തിരിക്കുന്നു, പിന്നെ മത്സ്യങ്ങളെ പലതായി തിരിക്കുന്നു, പിന്നെന്താ സസ്യങ്ങളെ തന്നെ വീണ്ടും തരം തിരിക്കുന്നു. ഇങ്ങനെ ഈ ജീവികൾ എന്നുള്ള ഏകത്വത്തിൽ നിന്ന് അത് ജന്തുക്കളും സസ്യങ്ങളുമായി തിരിയുന്നു, പിന്നെ ജന്തുക്കളെ വീണ്ടും തിരിക്കുന്നു, സസ്യങ്ങളെ വീണ്ടും തിരിക്കുന്നു. അതിങ്ങനെ സങ്കീർണമായി മാറുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ പ്രപഞ്ചത്തെ ഒരു ശാസ്ത്രീയ അപഗ്രഥനത്തിന് വിധേയമാക്കിയാൽ അതെന്താ? ഈ ഒന്നിൽ നിന്ന് അനേകത്തിലേക്ക് പോകുകയാണ്. അപ്പോൾ ഗുരു ഇപ്പം നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഇപ്പം നമ്മൾ ഒന്നിൻ്റെ വസ്തുത അന്വേഷിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു സംഗതിയെ ഇതെന്താണ് എന്നന്വേഷിക്കാൻ ശ്രമിച്ചാൽ അത് ഈ ഒന്നിൽ നിന്ന് എന്തു ചെയ്യും? ഇങ്ങനെ അനേകമായി സങ്കീർണമായി മാറും. നമുക്ക് ഏത് വസ്തുവിനെ എടുത്ത് നോക്കിയാലും നമുക്കത് ഈ ഒന്നിൽ ഏത് വസ്തു എന്ന് പറഞ്ഞാൽ അതൊരു വസ്തുവിൽ ചെന്ന് നിൽക്കുമല്ലോ. അപ്പോൾ ആ വസ്തുവിനെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പം, അറിയാൻ ശ്രമിക്കുമ്പം അത് ആ ഒരൊറ്റ വസ്തുവിൽ നിൽക്കുകയല്ല ചെയ്യുന്നത്, അതിങ്ങനെ സങ്കീർണമായി അനേകത്തിലേക്ക് പോകുകയാണ്. അപ്പോൾ പ്രപഞ്ചത്തിലുള്ള ഏത് വസ്തുവിൻ്റെയും സ്ഥിതി അങ്ങനെ നോക്കുമ്പം ഈ പ്രപഞ്ചത്തിൽ എത്ര അനേക കോടി വസ്തുക്കളുണ്ട്, അസംഖ്യം വസ്തുക്കളുണ്ട്. ഇനി ആ ഓരോ അസംഖ്യത്തിലെ ഓരോന്നിനെയും എടുത്ത് പരിശോധിക്കുമ്പം അത് വീണ്ടും അതിസങ്കീർണമായി മാറുകയാണ് ചെയ്യുന്നത്. അതൊരു ഏകത്വത്തിലേക്ക് വരികയല്ല, അത് എന്താ പറയുക, ഇങ്ങനെ കൺവേർജ് ചെയ്യുകയല്ല, ഒന്നിലേക്ക് അടുത്തുകൂടുകയല്ല, മറിച്ച് ആ ഒന്നിൽ നിന്നിങ്ങനെ ഡൈവേർജ് ചെയ്തു പോവുകയാണ്, വിഭജിച്ചു പോകുകയാണ്. ശരിയല്ലേ? ഇപ്പം നമ്മളൊരു പൂവിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ ആ പൂവെന്ന് പറയുന്നത് ആ വിടർന്ന് പരിലസിക്കുന്ന വർണ്ണാഭമായിട്ടുള്ള ആ വസ്തുവാണ്. അപ്പോൾ അതിന് നിറമുണ്ട്, മണമുണ്ട്, മധുവുണ്ട്, ഉണ്ടോ? അപ്പം നമ്മളിങ്ങനെ പൂവായി കാണുമ്പോൾ തന്നെ അതിൽ പലതുണ്ട്. അതിനെ എല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മൾ പൂവെന്നുള്ള ഒറ്റ വാക്ക് ഉപയോഗിക്കുന്നത്. ഇനി നമ്മളതിനെ പഠിക്കാൻ ശ്രമിക്കുമ്പോഴോ അതിൽ പിന്നെ സെപ്പൽസ്, പെറ്റൽസ് എന്ന് ഈ ദളങ്ങൾ, വിതളങ്ങൾ, പിന്നെ അതിനിങ്ങനെ സങ്കീർണതയിലേക്ക് പോകുന്നു. അത് അവസാനം പോയി എന്തായി മാറുന്നു? കോശങ്ങളായി പരിലപിക്കുന്നു. അപ്പോൾ ഈ കോശം ഒരു പൂവാണോ എന്ന് ചോദിച്ചാലോ? അപ്പോൾ പൂവിന് ഈ മണവും മധുവും എല്ലാം ചേർന്നാണ് പൂവ്. അത് എല്ലാം കൂടെ ചേർന്ന ആ സംഗതിയാണ് പൂവെന്ന് നമുക്ക് കാണുമ്പം നമുക്ക് മനോഹരമായി മനസ്സിനെ
സന്തോഷിപ്പിക്കുന്ന ആ വസ്തുവിനെയാണ് പൂവെന്ന് നമ്മൾ വിളിക്കുക. പക്ഷേ അതിനെ പഠിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് എന്തായി മാറുന്നു? അത് പൂവല്ലാതായി മാറുന്നു, അനേകങ്ങളായി മാറുന്നു, അത് സങ്കീർണമായി മാറുന്നു. പക്ഷേ അത് ഒരു പദ്ധതിയാണ്. അപ്പം ഇതേപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തി, അപ്പോൾ പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുവിനെ നമ്മൾ പരിശോധിക്കുമ്പോഴും ഈ ഒന്നിൽ നിന്ന് അനേകത്തിലേക്ക് പോകുകയാണ് ചെയ്യുന്നത്. അതാണതിൻ്റെ സ്വഭാവം, അതാണതിൻ്റെ രീതി. അപ്പോൾ ഈ പ്രപഞ്ചം തന്നെ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് ഗുരു പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ തിരിച്ചറിയണം, ഒരു മനുഷ്യന് മനുഷ്യനായി ജീവിക്കുന്നതിന് അവന് അത്യാവശ്യം അറിയേണ്ടുന്ന ഒരു കാര്യമാണ് അവനെക്കുറിച്ചിട്ട്. ശരിയല്ലേ? ഇപ്പം നമ്മളുടെ വിദ്യാഭ്യാസ രീതി അനുസരിച്ചിട്ട് നമുക്ക് ലോകത്തുള്ള എന്തിനെക്കുറിച്ചും പഠിക്കാം. എന്തിനെക്കുറിച്ചും പഠിക്കുന്നുമുണ്ട്. ഒരുപാട് ഓളജീസ് ഉണ്ട്, അല്ലേ? ഒരുപാട് പഠന വിഷയങ്ങളുണ്ട്. പക്ഷേ ഈ തന്നെക്കുറിച്ച് പഠിക്കുന്ന, ഞാൻ ആരാണെന്ന് പഠിപ്പിക്കുന്ന ഒരു ഓളജി ഇല്ലല്ലോ നമുക്ക്. നമുക്ക് ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്, നമ്മുടെ മക്കൾ പഠിക്കുന്നുണ്ട്. എങ്കിലും നമ്മളെക്കുറിച്ച് പഠിക്കുന്ന ഒരു ഓളജി ഇല്ല, ഒരു പഠന വിഷയമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഗുരു യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത് നമ്മളെക്കുറിച്ചിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമ്മളെ അല്ലാത്ത തന്നെക്കുറിച്ച് മാത്രമേ തനിക്ക് അറിയാതെയുള്ളൂ. ബാക്കി ലോകത്തുള്ള സകലതിനെയും അറിയാനുള്ള സാധ്യത നമുക്കുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റികളിലെല്ലാം തന്നെ നമുക്ക് പുറത്തുള്ളതിനെക്കുറിച്ച് എല്ലാം പഠിപ്പിക്കുന്ന സങ്കേതമാണ് യൂണിവേഴ്സിറ്റികൾ. പക്ഷേ ഗുരു ഈ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അത് ഈ ആത്മീയ ആത്മശാസ്ത്രം അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്നത് പ്രതിപാദിക്കുന്നത് സ്വന്തം ഉണ്മയെ സംബന്ധിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഈ ആധ്യാത്മികമായിട്ടുള്ള ആചാര്യന്മാരെല്ലാം തന്നെ, ഗുരുക്കന്മാരെല്ലാം തന്നെ പഠിപ്പിക്കുന്നത് തന്നെക്കുറിച്ചിട്ടാണ്, സെൽഫിനെ കുറിച്ചിട്ടാണ്, സെൽഫ് നോളേജാണ് തരുന്നത്. അപ്പോൾ ഗുരു ഇവിടെ ഈ ജനനീ നവരത്നമഞ്ജരി എന്ന സ്തോത്രകൃതി എന്ന് കരുതപ്പെടുന്ന കൃതിയിൽ പ്രതിപാദിക്കുന്നത് ജനനിയെ അല്ല. ജനനി എന്നൊരു വാക്ക് മാത്രമാണുള്ളത്. പിന്നെയോ പ്രതിപാദ്യം തന്നെക്കുറിച്ചും ഈ പ്രപഞ്ചത്തെക്കുറിച്ചുമാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവശ്യം കൃത്യമായും അറിഞ്ഞിരിക്കേണ്ടുന്ന വിഷയമാണ് ഗുരു പഠിപ്പിക്കുന്നത്. ഏത് കൃതിയിലാണ്? ജനനീ നവരത്നമഞ്ജരിയിലാണ് എന്ന് തിരിച്ചറിയണം. അപ്പോൾ ഇത് അങ്ങനെ തിരിച്ചറിയുമ്പോഴാണ് ഈ സ്തോത്രകൃതി എന്ന് പ്രതിപാദിക്കുന്നത്, അല്ലെങ്കിൽ സ്തോത്രകൃതി എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എത്രത്തോളം യുക്തമാണ്, എത്രത്തോളം യോജിക്കുന്നതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഗുരു തന്നെക്കുറിച്ച് പറയുന്നു. എന്താ പറയുന്നത്? ഏകമായ മഹത്തായ അറിവിൽ നിന്ന് 1000 ത്രിപുടികളുണ്ടായി. അപ്പോൾ പ്രപഞ്ചത്തിലുള്ള ഒരു വസ്തുവിനെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പം അത് അനേകങ്ങളായി മാറുകയാണെങ്കിൽ അതിൻ്റെ ഒരു റിവേഴ്സ്, അതിൻ്റെ ഒരു ബദൽ രൂപമാണ് ആത്മാവിനെക്കുറിച്ചുള്ള പഠനത്തിൽ, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു ആത്മനിഷ്ഠമായ പഠനത്തിൽ ഉണ്ടാവുന്നത്. കൃത്യമായി മനസ്സിലാവണം. അപ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുമ്പം ഒന്നിൽ നിന്ന് അനേകം ഇങ്ങനെ വിഘടിച്ചു പോകുമ്പം, ആത്മനിഷ്ഠമായി കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പം ഈ അനേകത്തെ ഒന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു പഠന രീതിയാണ് ആത്മനിഷ്ഠമായ പഠനം. അവിടെ അനേകത്തിൽ നിന്ന് ഏകത്വത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു തത്വം, അല്ലെങ്കിൽ ഈ അനേകത്വത്തിൽ നിന്ന് ഏകത്തിലേക്ക് വരുന്നതിനുള്ള ഒരു ഉപാധി എന്ന നിലയിലാണ് ഈ ത്രിപുടി എന്ന നിലയിലേക്ക് ഈ അനേകത്തെ ചുരുക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ അനേകമായി പ്രപഞ്ചത്തിൽ വിലസുന്ന ഈ അനേകത്വത്തെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിക്കുമ്പം, ചെറുതാക്കാൻ ശ്രമിക്കുമ്പം, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലേക്ക് പരിമിതപ്പെടുത്താൻ ശ്രമിക്കുമ്പം, ലഘൂകരിക്കാൻ ശ്രമിക്കുമ്പം, കൺവേർജ് ചെയ്യാൻ ശ്രമിക്കുമ്പം
നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ അനേകത്തെ 3 ആയി തരംതിരിക്കുന്നു, 3 ആയി പരിമിതപ്പെടുത്തുന്നു. അപ്പോൾ പ്രപഞ്ചത്തെ നമ്മൾ വിശകലനം ചെയ്യുമ്പം, ഒരു ആത്മനിഷ്ഠമായി വിശകലനം ചെയ്യുമ്പം, അനേകതയിലേക്ക് പോകുന്നതിന് പകരം അത് 3 ആയി പരിമിതപ്പെടുന്നു. എന്തായി പ്രപഞ്ചത്തിലുള്ളത്? ഇപ്പം ഞാനുണ്ട്, പ്രപഞ്ചത്തിൽ ഞാനുണ്ട്. ഞാനുള്ളത് കൊണ്ടാണ് എനിക്ക് പ്രപഞ്ചത്തെ അറിയാൻ കഴിയുന്നത്, അല്ലേ? ഞാനുള്ളത് കൊണ്ടാണ് പ്രപഞ്ചത്തെ അറിയാൻ കഴിയുന്നത്. അപ്പം ഞാനുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഞാനാണ് ഒന്ന്. മറ്റൊന്നെന്താ? ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളാണ്. ഈ അനേക കോടിയെ, അല്ലെങ്കിൽ ഈ അസംഖ്യം കോടി വസ്തുക്കളെ ഗുരു ഒറ്റ വാക്കിൽ പരിമിതപ്പെടുത്തുന്നു. വസ്തുക്കൾ എന്നുള്ള നിലയിൽ. എന്നിട്ടോ പിന്നെ എന്താ? ഈ വസ്തുക്കളെ സംബന്ധിച്ച് എനിക്കുള്ള ഒരു അറിവുണ്ട്. ഈ 3മേ പ്രപഞ്ചത്തിലുള്ളൂ. ഇനി ഈ പ്രപഞ്ചത്തെ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഈ അദ്വൈത ദീപികയിലെ ആദ്യത്തെ മന്ത്രം എടുത്താൽ മതി. എന്താ അത്? പേരായിരം, പ്രതിഭയായിരം, ഇങ്ങ് ഇവറ്റിൽ ആരാലെഴും വിഷയമായിരമാം പ്രപഞ്ചം. അപ്പം ഇങ്ങനെ കീറിമുറിക്കുന്നതിന് പകരം, ഈ ഒന്നിൽ നിന്ന് പൂവിൽ നിന്ന് കോശങ്ങളിലേക്ക് എത്തുന്നതിന് പകരം, ആ ഒരു മെത്തഡോളജിക്ക് പകരം ഗുരു മറ്റൊരു മെത്തഡോളജി, ഒരു ആത്മനിഷ്ഠമായ ഒരു മെത്തഡോളജി വെച്ച് ഈ പ്രപഞ്ചത്തെ വിശദീകരിക്കുകയാണ്. എന്താ അത്? ഈ പ്രപഞ്ചത്തിൽ അനേകം ആയിരം പേരുകളുണ്ട്. ആയിരം പേരുകളുണ്ട്. ഈ ഓരോ പേരും ഈ എന്നിൽ, കാരണം ഞാനുണ്ടല്ലോ, ഞാനാണല്ലോ ഇതെല്ലാം അറിയുന്നത്. ഇപ്പോൾ ഈ വസ്തുക്കളെ, പ്രപഞ്ചത്തിലെ അനുഭവിക്കുന്നത് ഞാനാണല്ലോ. അപ്പോൾ എനിക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം, അതായത് എനിക്ക് ഈ പ്രപഞ്ചത്തിൽ ആയിരം വസ്തുക്കളെ കാണാൻ കഴിയും. ആ ഓരോ വസ്തുവിനും ഓരോ പേരുമുണ്ട്. അപ്പോൾ ഈ വസ്തുക്കളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് പേരുകളിടുന്നത്. അപ്പോൾ ഈ ഓരോ പേരും എന്നിലുളവാക്കുന്ന പ്രതിഭ, എൻ്റെ പ്രതിയിൽ ഫസിക്കുന്നത്, അതാ പ്രതിഭ എന്ന് പറയുന്നത്. പ്രതി എന്ന് പറഞ്ഞാൽ ബുദ്ധി, പ്രതിഭ എന്ന് പറഞ്ഞാൽ ബുദ്ധിയിൽ ഫസിക്കുന്നത്, തെളിയുന്നത്. ഫസിക്കുക, തെളിയുക, പ്രകാശിക്കുക എന്നൊക്കെ അർത്ഥം. ഫസിക്കുക. അപ്പം ബുദ്ധിയിൽ പ്രകാശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബുദ്ധിയിൽ തെളിയുന്നത്. ഇപ്പോൾ ഒരു വസ്തു, ഇപ്പോൾ എൻ്റെ ബുദ്ധിയിൽ, ഇപ്പോൾ ഒരു മാങ്ങ എന്ന് പറയുന്നു, തേങ്ങ എന്ന് പറയുന്നു. അപ്പം മാങ്ങയെന്ന് പറയുമ്പം ആ മാങ്ങയുടെ ഒരു രൂപം എൻ്റെ മനസ്സിൽ, എൻ്റെ ബുദ്ധിയിൽ തെളിയുന്നുണ്ട്. അപ്പോൾ ഒരു പേര് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രതിഭയുണ്ടാക്കുന്നുണ്ട്. ഇനിയോ പേരായിരം, പ്രതിഭയായ, അപ്പോൾ ഒരു പേര് ഒരു പ്രതിഭയുണ്ടാക്കുന്നു എങ്കിൽ 1000 പേരുകൾ 1000 പ്രതിഭയുണ്ടാക്കും. അപ്പോൾ അനേക കോടി പ്രതിഭയുണ്ടാക്കും. ഇനിയോ ഇത് പ്രതിഭയിൽ തന്നെ നിൽക്കുന്നില്ല, ഇനിയുണ്ട്. ഈ പ്രതിഭയായിരം ഇങ്ങവറ്റിൽ ആരാലെഴും വിഷയമായിരമാം പ്രപഞ്ചം. അപ്പം മാങ്ങ എന്ന് പറയുമ്പം എൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിയിൽ മാങ്ങയുടെ ചിത്രം തെളിഞ്ഞു, പ്രതിഭയായി. ഇനിയോ അപ്പം മാങ്ങയുടെ പുളി, മാങ്ങയുടെ രുചി, മാങ്ങയെ സംബന്ധിക്കുന്നതായ സകല ബോധവും നമ്മുടെ ഉള്ളിൽ തെളിയുന്നു. ഇവറ്റിൽ ആരാലെഴും വിഷയം. അപ്പോൾ ഓരോ വസ്തുവിൽ നിന്നും അസംഖ്യം വിഷയങ്ങളും ഉണ്ടാവാം. അങ്ങനെയാണ്. ഇപ്പോൾ അമ്മ എന്നൊരു വാക്ക് പറയുന്നു. അപ്പോൾ അമ്മ എന്നൊരു വാക്ക് പറയുമ്പം എൻ്റെ മനസ്സിൽ എൻ്റെ അമ്മയുടെ രൂപം തെളിഞ്ഞു. അമ്മയുടെ രൂപം തെളിഞ്ഞാൽ ആ രൂപമായി അമ്മ നിൽക്കുന്നില്ല. പിന്നെയോ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അമ്മ മരിക്കുന്നത് വരെയുള്ള സകല കാര്യങ്ങളും എൻ്റെ മനസ്സിൽ ഇങ്ങനെ, എൻ്റെ ബുദ്ധിയിൽ ഇങ്ങനെ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവറ്റിൽ ആരാലെഴും വിഷയമായിരമാം പ്രപഞ്ചം. അതേപോലെ ഓരോ വസ്തുവും നമ്മളിലൊരു ഇമേജ് സൃഷ്ടിക്കുന്നു എന്ന് മാത്രമല്ല, ആ ഇമേജുകളിൽ നിന്ന് അനേകം വിഷയമെന്ന് പറഞ്ഞാൽ അനുഭവങ്ങൾ,
ഓർമ്മകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. കണ്ടോ? അപ്പം ഇതെല്ലാം ചേർന്നതാണ് പ്രപഞ്ചം. മനസ്സിലായില്ലേ? അപ്പം ഗുരു ഈ പ്രപഞ്ചത്തെ വിശദീകരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ വസ്തുക്കളാണ്. ഈ വസ്തുക്കൾ അറിയുന്ന ഞാനാണ്. എനിക്ക് ഒരറിവുണ്ട് വസ്തുവിനെ സംബന്ധിച്ചിട്ട്. അപ്പം ഞാൻ അറിയുന്ന വസ്തുക്കളും ആ വസ്തുവിനെ സംബന്ധിച്ച് എൻ്റെ അറിവും ചേർന്നതാണ് ഈ പ്രപഞ്ചം. കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്തു ജന്നി നവരത്ന മഞ്ജരിയിലേക്ക് വന്നപ്പോൾ. വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ആകെ പ്രപഞ്ചത്തിലുള്ളത് ഞാനും ഞാൻ കാണുന്ന വസ്തുക്കളും ആ വസ്തുക്കളെ സംബന്ധിക്കുന്ന അറിവും. ഈ മൂന്നിനെ അപ്പോൾ ഈ മൂന്നായിട്ട് വെറും 3 പുടങ്ങളായി 3 ഘടകങ്ങളായി ഈ പ്രപഞ്ചത്തെ ഗുരു എന്ത് ചെയ്യുന്നു? പരിമിതപ്പെടുത്തുന്നു, ചെറുതാക്കുന്നു. അപ്പോൾ ഈ അറിവിൻ്റെ 3 പുടങ്ങൾ ആണ് ഈ പ്രപഞ്ചത്തെ അനുഭവവേദ്യമാക്കുന്നത്. അപ്പോൾ നോക്കാം, അപ്പോൾ ഏകമായ ആത്മാവിൽ നിന്ന് അല്ലെങ്കിൽ അറിവിൽ നിന്ന് ബോധത്തിൽ നിന്ന് ഇതുപോലെ 1000 ത്രിപുടി എന്ന് പറയുമ്പം 1000 അറിവുകൾ, 1000 അറിയുന്നവൻ, 1000 അറിയപ്പെടുന്ന വസ്തുക്കൾ. കണ്ടോ? അപ്പോൾ അനേക ജനങ്ങളായി, കോടിക്കണക്കിന് ജനങ്ങളായി, കോടിക്കണക്കിന് അസംഖ്യം വസ്തുക്കളായി. ഈ വസ്തുക്കളെ സംബന്ധിച്ച് ഓരോ വ്യക്തിയും ഓരോ അറിയുന്നവനും അറിയുന്ന അറിവുമായി സങ്കീർണമായി. അപ്പോൾ പേരായിരം, പ്രതിഭയായിരം, ഇങ്ങിവറ്റിൽ ആരാലെഴും വിഷയമായിരമാം പ്രപഞ്ചം. ജന്നി നവരത്ന മഞ്ജരിയിൽ. അപ്പോൾ ജന്നി നവരത്ന മഞ്ജരിയിൽ ഇത് തന്നെ എങ്ങനെ പ്രതിപാദിക്കുന്നു? ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്ന് ആശു തൻ മതി മറന്ന് അന്നാദിയിൽ പ്രിയം ഉയർന്ന് ആടലാം കടലിൽ ഒന്നായി വീണ് വലയും. അപ്പം ഏകമായ ആത്മാവിൽ നിന്ന് 1000 അറിയുന്നവനും 1000 അറിയപ്പെടുന്ന വസ്തുക്കളും 1000 അറിവുകളുമായി ഇങ്ങനെ സങ്കീർണമായി. അപ്പം പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തിയെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത്. പ്രപഞ്ചം എങ്ങനെയാണ് നമുക്ക് ബോധ്യമാവുന്നത്? ഈ 1000 അറിവും 1000 വസ്തുക്കളും 1000 അറിയുന്നവനും ചേർന്നതാണ് ഈ പ്രപഞ്ചം. ഇങ്ങനെ ഏകത്വത്തിൽ നിന്ന് അനേകത്വത്തിലേക്ക് ഇങ്ങനെ വ്യാപരിക്കുകയാണ്, അങ്ങ് വികസിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അനേകം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വസ്തുക്കൾ എത്രയാ കാണാൻ, കേൾക്കാൻ, സ്പർശിക്കാൻ, മണക്കാൻ, രുചിക്കാൻ? അസംഖ്യമാണ്. അപ്പോൾ ഈ ഞാൻ എന്തു ചെയ്യുന്നു? എൻ്റെ ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പ്രപഞ്ചവും എന്നെയും ഞാനുമായി ബന്ധിപ്പിക്കുന്ന വാതായനങ്ങളാണ് എൻ്റെ ഇന്ദ്രിയങ്ങൾ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഈ പ്രപഞ്ചത്തെ മൊത്തം കാണുന്നു, എൻ്റെ കാതുകൊണ്ട് കേൾക്കുന്നു, എൻ്റെ മൂക്കുകൊണ്ട് മണക്കുന്നു, ഇങ്ങനെ തൊക്കുകൊണ്ട് സ്പർശിക്കുന്നു. ഇങ്ങനെ പ്രപഞ്ചാനുഭവം എന്നിലേക്ക് ഓരോ ഇന്ദ്രിയങ്ങളിലൂടെയും അസംഖ്യം അനുഭവങ്ങളിങ്ങനെ എന്നിലേക്ക് തള്ളിക്കയറി. അപ്പോൾ ഞാൻ ഈ അനുഭവങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ നോക്കിയാൽ അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഒരു അങ്ങനെ ഒരു ഞാനിനെ. എങ്ങനെ? ഈ നമ്മുടെ ഈ ഓരോ വാതായനത്തിലൂടെ ഈ പ്രപഞ്ചാനുഭവം ഇങ്ങനെ തള്ളിക്കയറുക നമ്മളുടെ ഉള്ളിലേക്ക്. അപ്പോൾ അതെല്ലാം കൂടെ ചേർന്ന ഒരു സങ്കീർണത എന്നിൽ സംജാതമാകുന്നു. അപ്പോൾ വാസ്തവത്തിൽ ഓർമ്മിച്ചുകൊള്ളണം, ഈ മനസ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ എനിക്ക് കാണാവുന്ന ശരീരമുണ്ട്, കാണാത്ത മനസ്സുണ്ട്. അപ്പോൾ ഈ മനസ്സ് എങ്ങനെ രൂപപ്പെടുന്നു? ഈ കാണാവുന്ന ശരീരത്തിലുള്ള ഈ പ്രപഞ്ചവുമായി എന്നെ ബന്ധിപ്പിക്കുന്ന ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് ഈ പ്രപഞ്ചബോധം എന്നിലേക്ക് കടക്കുന്നത്. ഈ എൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെ എന്നിൽ കടന്ന ഈ അനുഭവങ്ങളാണ് എൻ്റെ മനസ്സായി രൂപപ്പെടുന്നത്. ഇപ്പം ഞാനെന്ന് പറയുന്ന ഈ കാണാവുന്ന ശരീരത്തിൽ കാണപ്പെടാത്ത, അറിയാത്ത, അല്ലെങ്കിൽ നമുക്ക് ഗോചരമല്ലാത്ത മനസ്സ് സംജാതമാകുന്നത് ഈ കാണപ്പെടുന്ന ശരീരത്തിലെ ഇന്ദ്രിയങ്ങളിലൂടെ പ്രവേശിക്കുന്ന പ്രാപഞ്ചികമായ സംവേദനങ്ങൾ കൊണ്ടാണ്.
അപ്പോൾ ഇങ്ങനെ അപ്പം എന്താ നോക്കിയേ, ആ ഏകത്വത്തിൽ നിന്ന് ഈ അനേകത്വത്തിലേക്ക് മാറുകയും എനിക്ക് മനസ്സുണ്ടാകുകയും, മനസ്സുണ്ടായതോടുകൂടി എന്താ സംഭവിക്കുന്നത്? മനസ്സെന്ന് പറയുന്നത് അതിസങ്കീർണമായൊരു പ്രതിഭാസമല്ലേ. ഇതെല്ലാം കൂടെ ഓരോന്നിലും കൂടെ തള്ളിക്കയറി വരുന്നതനുസരിച്ചിട്ട് രൂപപ്പെടുന്ന ഈ മനസ്സ് അതിസങ്കീർണമാണ്. ഈ മനസ്സിൻ്റെ സങ്കീർണതയിൽ ഞാൻ പെട്ടുപോകുന്നു. അപ്പോൾ എൻ്റെ ആത്മാവിനെ, എൻ്റെ ഉത്ബോധത്തെ, എൻ്റെ ഉണ്മയെ, എന്നിലെ ഞാനിനെ ഞാൻ വിസ്മരിക്കുന്നു. എനിക്ക് അതിനെക്കുറിച്ച് അറിയാനേ ഒരവസരം ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ട്? ഈ സംഗതി, ഈ 5 ഇന്ദ്രിയങ്ങൾ ഈ പ്രപഞ്ചത്തെ മൊത്തമായി എൻ്റെ ഉള്ളിലേക്ക് തള്ളിക്കയറ്റിയപ്പം ഈ മനസ്സെന്ന് പറയുന്ന അതിസങ്കീർണമായ ഈ പ്രതിഭാസം അതിശക്തമായി എന്നിൽ രൂപപ്പെടുന്നു. അതോടുകൂടി ഞാനല്ലാതായി മാറുന്നു. കണ്ടോ? അപ്പോൾ ഗുരു എന്നെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിപ്പം സമയം കൂടുതലായി, ഇനിയും നമുക്ക് തുടരേണ്ടതുണ്ട്. നമുക്ക് കൃത്യമായി മനസ്സിലാവേണ്ട ഒരു വസ്തുത, ജനനി നവരത്ന മഞ്ജരിയിലൂടെയാണ് ഗുരു ഈ സെൽഫ് നോളേജ് തരുന്നത്. ഈ പ്രപഞ്ചബോധം നമുക്ക് തരും. ഇനി തുടർന്ന് പോകുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ പ്രതിപാദ്യം എന്ത് എന്നുള്ളത്. കൃത്യമായും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇതിലെ പ്രതിപാദ്യം ഈ ദേവിയുടെ അംഗപ്രത്യംഗ വർണ്ണന അല്ല, മറിച്ച് നമുക്ക് ഉൾക്കാഴ്ച തരുന്ന, തന്നെക്കുറിച്ചും ഈ പ്രപഞ്ചത്തെക്കുറിച്ചും ഉൾക്കാഴ്ച തരുന്ന ഗുരുവിൻ്റെ കാഴ്ച പങ്കുവയ്ക്കുന്നു. ഇത് ഗുരു കണ്ട കാഴ്ചയായി പറയുന്നത്. ഈ ഏകമായ അറിവാണെന്നും ആ അറിവിൽ നിന്ന് ഇങ്ങനെ ത്രിപുടികൾ ഉണ്ടാവുന്നതും, ഇതിനെ പ്രതിപാദിക്കുവാൻ പറ്റുന്നൊരു ഭാഷ ഗുരു തിരഞ്ഞെടുക്കുന്നു. അതിൽ ഈ ത്രിപുടി എന്നുള്ള പ്രയോഗം. അപ്പോൾ കാരണം ഈ അനേക ഇങ്ങനെ പിരിഞ്ഞു പോകുന്നതിനെ പ്രതിപാദിക്കുവാൻ ഏറ്റവും നല്ല പദം ഈ ത്രിപുടി എന്നുള്ളതായതുകൊണ്ട് അതെടുക്കുന്നു. അത് എടുത്തു എന്ന കാരണത്താൽ ഗുരുവിനെ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന അദ്വൈതി ആക്കുന്നു. ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷെ ഗുരുവിന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ സാധാരണ ജനങ്ങളിലേക്ക് ഈ അറിവെത്തിക്കുവാനുള്ള ആ ഒരു വെമ്പൽ, ആ ഒരു ത്വര, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ശ്രമം, അതിനുവേണ്ടിയുള്ള കാരുണ്യം, അത് ഗുരുവിൻ്റെ അനുകമ്പയാണ്. ആ അനുകമ്പയിൽ നിന്ന് കാരുണ്യപൂർവം ചൊരിഞ്ഞ അറിവാണ് ഈ കൃതികളിലെല്ലാം പ്രതിപാദിച്ചിരിക്കുന്നത്. നമുക്കൊന്നൊന്നായി അത് പരിചയപ്പെടാം. ഇന്ന് നമുക്ക് ഈ ഒരു നിലയിൽ ജനനി നവരത്ന മഞ്ജരിയിലെ ആദ്യത്തെ ശ്ലോകത്തിൻ്റെ ഏതാനും വരികൾ, ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.